ഇത് ആറ്റുകാൽ പൊങ്കാലൻ്റെ വീഡിയോ ആണ്. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്ത സമയത്ത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ഐതിഹ്യം, എന്തിനു വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ പൊങ്കാലിൻ്റെ തലേ ദിവസം പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇന്ന് ഭയങ്കര റേറ്റ് ആട്ടോ പൂവിനൊക്കെ. 200 രൂപയാണ് ഒരു മുളം മുല്ലയ്ക്ക് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ പൊങ്കാലിൻ്റെ അന്ന് രാത്രി ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, ഗംഭീരമായിട്ടുള്ളൊരു ഉത്സവം. പിന്നെ ഈ ഒരു ജില്ല മൊത്തം ആയിട്ട് ലൈറ്റും കാര്യങ്ങളായിട്ട് എവിടെ നോക്കിയാലും നമുക്ക് ഉത്സവം നടക്കുന്ന പോലെ തോന്നട്ടെ. എല്ലായിടത്തും ലൈറ്റാണ്. അപ്പോൾ ഇന്ന് പൊങ്കാലിൻ്റെ തലേ ദിവസം തവണ ചെയ്തപ്പോൾ ഇത് എന്താണ് എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പൊങ്കാല ഇടണമെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തു. കൂടെ ചേച്ചിമാരുണ്ടായിട്ടുണ്ടായിരുന്നു, മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് ചെയ്തു. അങ്ങനെയായിട്ടോ കഴിഞ്ഞ തവണ ചെയ്തത്. പക്ഷേ ഇത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലുള്ള പോലെ തോന്നും. വീണ്ടും നമ്മൾ അതിനുള്ളൊരു വെയിറ്റിംഗ് ആണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഇത് തന്നെ കേട്ടോ, നമുക്കൊരു തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം വരുമ്പോൾ ചെയ്യണമെന്ന് കൂടുതൽ ആഗ്രഹം കൂടെയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നും ഈ പൊങ്കാലയ്ക്ക് എത്തിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രാവിലെ വരും കേട്ടോ. അത് അടുപ്പ് വെക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കാരണം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇതറിയപ്പെടുന്നത്. അത്രത്തോളം സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനു വേണ്ടിയാണ്, എന്താണ് ഐതിഹ്യം എന്നൊക്കെ. പിന്നെ ചിലർ വിചാരിച്ചിട്ടുള്ളത് അന്ന് നമ്മൾ വെക്കുന്നത് കഞ്ഞിയാണെന്നാണ്. കാരണം കലം വെച്ച് വെള്ളം തിളച്ച് മറിയുന്നതാണ് എല്ലാവരും കാണുന്നത്, അരി ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും കഞ്ഞി വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പലരുടെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എനിക്കറിയുന്ന ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം. കണ്ണങ്കിയുടെയും കോവലൻ്റെയും കഥയാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് വരുന്നതെന്ന് ചിലർക്കെങ്കിലും അറിയാം. അപ്പോൾ സ്നേഹനിധിയായ തൻ്റെ ഭർത്താവിനെ കള്ളനെന്ന് മുദ്ര കുത്തിയിട്ട് വെട്ടി കൊലപ്പെടുത്തിയ മധുരാപുരിയോടുള്ള പകയാണ് ഈ ഒരു കഥയിലെത്തുന്നത്. ആ ഒരു പകയിൽ ആ രാജ്യം തന്നെ കത്തി നശിക്കുകയായിരുന്നു. അനീതിക്കെതിരെയുള്ള ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു കേട്ടോ അത്. പകയും ദേഷ്യവും കൊണ്ട് ദക്ഷിണാപുരിയിലേക്ക് യാത്ര പുറപ്പെട്ട കണ്ണങ്കി കന്യാകുമാരി വഴി കേരളത്തിലെത്തുമായിരുന്നു. ആറ്റുകാൽ പ്രദേശത്ത് എത്തിച്ചേർന്ന കണ്ണങ്കിയുടെ കണ്ണുകളിൽ നിന്ന് ഉയർന്ന കോപാഗ്നി കണ്ടിട്ട് ജനങ്ങൾ ഭയന്ന്. ആ അവസ്ഥയിൽ നിന്ന് കണ്ണങ്കിയെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ സ്നേഹനിധികളായ സ്ത്രീകളെ ഒത്തുചേർന്നിട്ട് മുറ്റത്ത് അടുപ്പ് കൂട്ടി പുതിയ മൺകലങ്ങളിലായി നൈവേദ്യം തയ്യാറാക്കി സമർപ്പിക്കുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ നിഷ്കളങ്കമായ ഈ സ്നേഹം കണ്ട കണ്ണങ്കി സകലതും മറന്ന് അന്നവും അനുഗ്രഹവും നൽകുന്ന സാക്ഷാൽ ആറ്റുകാലമ്മയെ അവിടെ കുടികൊള്ളുകയാണ് ചെയ്തത്. അന്ന് ഭക്തിയോടെ തിളപ്പിച്ചെടുത്ത ആ ഒരു സ്നേഹമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല. ഈ ഒരു പൊങ്കാലിൻ്റെ കൂടെ പല ഐറ്റംസ് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്, എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ടിട്ട് പിന്നെ ഒരു വെയിറ്റിംഗ് ആണ്. ഇത് പൊങ്ങിയിട്ട് തുളുമ്പി പോകണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു സങ്കടപ്പാണ് ആ ഒരു സമയത്ത്. പിന്നെ അരി വെന്ത് കഴിയുമ്പോൾ ശർക്കര, ചെറുപഴം, തേങ്ങ, മുന്തിരി, നെയ്യ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം വേവിച്ച് അടച്ച് വെക്കുക ചെയ്യുക. പിന്നെ 2:15 ആയപ്പോൾ ഇത് നമ്മൾ തെളിക്കാൻ വേണ്ടി പോറ്റി എന്നാണ് പറയുക അവർ വന്ന് തെളിച്ച് പോവും. അതുവരെ നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് വെറുതെ നടന്നാൽ മതി. പൊങ്കാലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് ഈ ഒരു തെളി വരുന്ന സമയത്ത് മാത്രം നമ്മൾ അവിടെ കൂടെ ഉണ്ടായാൽ മതി. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. അത്രയും ജനങ്ങളാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ എല്ലാവരും തീ വെച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചുറ്റും ഒരുപാട് ഫയർഫോഴ്സ്, ആംബുലൻസ്, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാം കറക്റ്റ് ടൈമിംഗ് ആണ് ചെയ്യുന്നത്. തീ കൊളുത്തുന്നതും അതുപോലെ തെളിയും എല്ലാം ആ കറക്റ്റ് ടൈമിങ്ങിനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം.